അപ്പോൾ ഒരു വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോഴോ പരീക്ഷ പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോഴോ ഒക്കെ ഇദ്ദേഹത്തിന് തീവ്രമായ ഛർദിയാണ്. എന്നാൽ ശാരീരിക പരിശോധനകളൊന്നും ഈ ഛർദിക്ക് കാരണമായ ഒരു സംഗതിയും കണ്ടെത്താനുമില്ല. ഇതിനെയാണ് സൈക്കോജനിക് വൊമിറ്റിംഗ് അല്ലെങ്കിൽ മനോജന്യ ഛർദി എന്ന് പറയുന്നത്. നമുക്ക് മാനസിക സമ്മർദ്ദം വരുമ്പോൾ ആദ്യം നമ്മുടെ ശരീരത്തിൽ ബാധിക്കപ്പെടുന്നത് ആമാശയമാണ്. ആമാശയത്തിൽ അമ്ലത്തിൻ്റെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടുന്നു. ഇത് ചിലപ്പോൾ മുകളിലോട്ടിങ്ങനെ കയറി വരുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ ഈ തീവ്രമായ മാനസിക സമ്മർദ്ദത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടായിരിക്കാം ഈ ഛർദി വരുന്നത്. ആ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കപ്പെടുന്നതോടുകൂടി അത് മാറുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് 10-11 മണിയാകുമ്പോൾ സ്വിച്ച് ഇട്ടതുപോലെ ഛർദി നിൽക്കുകയാണ്. വൈകുന്നേരം ഒന്നും ഒരു കുഴപ്പമില്ല. വൈകുന്നേരം ആകുമ്പോൾ ഓടി കളിക്കാൻ പോകുന്നു, കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകുന്നു, സഹോദരങ്ങളോടൊപ്പം വഴക്കിടുന്നു. ഇതിനൊന്നും ഒരു പ്രശ്നമില്ല. ഈ രാവിലെ മാത്രമാണ് ഈ ബുദ്ധിമുട്ടുള്ളത്. പലപ്പോഴും നമ്മളിത് ഒരു മാനസിക ആരോഗ്യ ചികിത്സ തന്നെ വേണ്ട ഒരു സംഗതിയാണ്. കാരണം ഇത് അവഗണിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് കൂടിക്കൂടി വരും. കൂടിക്കൂടി വന്ന് പലപ്പോഴും സ്കൂളിൽ പോകാൻ തീരെ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരെ ഇത് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനും മാനസിക സമ്മർദ്ദം മൂലം വയറ്റിലെ ആസിഡ് ഉൽപ്പാദനം കൂടുന്നത് കുറയ്ക്കാനും സഹായിക്കുന്ന ചില മരുന്നുകളുണ്ട്. ആ മരുന്നുകളുടെ സഹായം ആദ്യഘട്ടത്തിൽ വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ ഈ ആമാശയത്തിൻ്റെ താഴോട്ടുള്ള ചലനങ്ങൾ പെരിസ്റ്റാൾസിസ് അതിൻ്റെ വേഗത കൂട്ടാൻ സഹായിക്കുന്ന പ്രോകൈനറ്റിക്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ചില മരുന്നുകളുണ്ട്. അതും ഈ കുട്ടികൾക്ക് വളരെ ഗുണം ചെയ്യും. മരുന്നുകൾ കൊടുത്ത് ഈ രോഗലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയ ശേഷം പൊതുവായിട്ടുള്ള മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള പരിശീലനങ്ങളും ചികിത്സകളും ഇവർക്ക് ആവശ്യമാണ്.